ജനാധിപത്യ രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ ശബ്ദവും അധികാര മാറ്റത്തിനുള്ള ആയുധവുമാകുമ്പോൾ ഉത്തര കൊറിയയെ പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങളിൽ അത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഉത്തര കൊറിയയിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞിരിക്കുന്നു. മാർച്ച് 15 നടന്ന സുപ്രീം പീപ്പിൾസ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയും അതിന്റെ സഖ്യകക്ഷികളും മുഴുവൻ സീറ്റുകളിലും വിജയം വരിച്ചുവെന്ന വാർത്ത ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായിട്ട് കൊറിയൻ ഉപദ്വീപിലെ ഈ വടക്കൻ രാജ്യത്ത് ഇതിൽ കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകളിലെ ചില കൗതുകങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. 99.93% വോട്ടർമാരും ഭരണകക്ഷിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുമ്പോൾ ബാക്കിയുള്ള ആ 0.07% പേർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഉത്തര കൊറിയയുടെ ഇരുമ്പറകൾക്കുള്ളിലെ ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുന്നതാണ്. ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോൺഹാപ്പ് ഉത്തര കൊറിയൻ സംസ്ഥാന മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് വെറും 0.0003% പേർ മാത്രമാണ്. കൂടാതെ വിദേശത്തോ കടലിലോ ആയതിനാൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നവർ 0.0037% വരുമെന്നും അവർ അവകാശപ്പെടുന്നു. ഒറ്റനോട്ടത്തിൽ ഈ കണക്കുകൾ ഒരു സമ്പൂർണ്ണ ജനാധിപത്യ പ്രക്രിയയുടെ ലക്ഷണമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം ഭയാനകമാണ്. ഉത്തര കൊറിയയിൽ വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരന്റെ അവകാശമല്ല, മറിച്ച് നിർബന്ധിതമായ കടമയാണ്. തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്താതിരിക്കുന്നത് രാജ്യദ്രോഹമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 99.93% എന്നത് ജനങ്ങളുടെ പിന്തുണയല്ല, മറിച്ച് ഭരണകൂടത്തോടുള്ള അവരുടെ ഭയമാണ് കാണിക്കുന്നത്. 100% വോട്ടിംഗ് രേഖപ്പെടുത്തിയാൽ അത് ലോകത്തിന് മുന്നിൽ വലിയൊരു നുണയായി തോന്നാതിരിക്കാൻ വേണ്ടി ഭരണകൂടം തന്നെ കൃത്യമായി സൃഷ്ടിക്കുന്ന കണക്കുകളാണ് ഈ കാണാതായ ചെറിയ ശതമാനം വോട്ടുകൾ എന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഉത്തര കൊറിയയിലെ ബാലറ്റ് പെട്ടികൾക്ക് മുന്നിൽ നടക്കുന്ന നാടകം ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയാത്ത ഒന്നാണ്. ഒരു മണ്ഡലത്തിൽ ഭരണകക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കാനുണ്ടാകൂ. വോട്ടർമാർക്ക് മുന്നിലുള്ള ഒരേ ഒരു തിരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുക എന്നത് മാത്രമാണ്. എതിർത്ത് വോട്ട് ചെയ്യണമെങ്കിൽ അതീവ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് പേര് വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി വെച്ചിട്ടുള്ള മറ്റൊരു പെട്ടിയിൽ വോട്ട് നിക്ഷേപിക്കുകയോ ചെയ്യണം. ഇനി ഇങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ജീവനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോ പിന്നീട് ഉറപ്പില്ല എന്നതുകൊണ്ട് തന്നെ ആരും അതിന് മുതിരാറുമില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു ദേശീയ സെൻസസ് ആയിട്ടാണ് ഭരണകൂടം ഉപയോഗിക്കുന്നത്. അനധികൃതമായി രാജ്യം വിട്ടുപോയവരെയും ഭരണകൂട വിരുദ്ധരെയും കണ്ടെത്താനുള്ള ഒരു തന്ത്രം കൂടിയാണിത്. വോട്ടർ ലിസ്റ്റിലുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എങ്കിൽ അയാളെ ഒരു രാജ്യദ്രോഹിയായി കണക്കാക്കുകയും അയാളുടെ കുടുംബം മുഴുവൻ പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്യും. ഈ ഭയമാണ് 99.93% പോളിംഗ് എന്ന അത്ഭുത കണക്കിന് പിന്നിലെ രഹസ്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ പ്യോങ്യാങ്ങിൽ പുതിയ അസംബ്ലിയുടെ ഉദ്ഘാടന സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന വർക്കേഴ്സ് പാർട്ടിയുടെ 9ാമത് കോൺഗ്രസിന് പിന്നാലെയാണ് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. കാരണം രാജ്യത്തിന്റെ ഭരണഘടനയിൽ സുപ്രധാനമായ ഭേദഗതികൾ വരുത്താൻ ഈ സമ്മേളനം സാക്ഷ്യം വഹിക്കും. കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ സ്റ്റേറ്റ് അഫയേഴ്സ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കിം ജോങ് ഉന്നിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത് ഈ സമ്മേളനത്തിലായിരിക്കും. ഇതോടെ രാജ്യത്തിന്റെ സമ്പൂർണ്ണ അധികാരവും സൈനിക നിയന്ത്രണവും ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ കിമ്മിന് സാധിക്കും. പേരിന് പാർലമെന്റ് ഉണ്ടെങ്കിലും കിം ജോങ് ഉന്നിന്റെ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഒരു വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് സുപ്രീം പീപ്പിൾസ് അസംബ്ലി എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ സമ്മേളനത്തിൽ വരാൻ പോകുന്ന ഭരണഘടനാ ഭേദഗതികളിലേക്കാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകം ഇതിനെല്ലാം അപ്പുറം ഉറ്റുനോക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ്. ഈ ഒരു സമ്മേളനത്തിൽ വരാൻ പോകുന്ന ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്. ദക്ഷിണ കൊറിയയെ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ബദ്ധശത്രു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ദശാബ്ദങ്ങളായി കൊറിയൻ ഉപദ്വീപിലെ 2 രാജ്യങ്ങളും ഭാവിയിൽ ഒന്നാകുമെന്ന സങ്കല്പത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഈ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതാവുകയാണ്. ഇതിന്റെ ഒരു സൂചനയാണ് കിം ജോങ് ഉന്നിന്റെ പുതിയ നീക്കം. ദക്ഷിണ കൊറിയയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായുള്ള എല്ലാ കമ്മിറ്റികളും ഉത്തര കൊറിയ ഇതിനകം തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ദക്ഷിണ കൊറിയയെ ശത്രു രാജ്യമായി ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതിലൂടെ തങ്ങളുടെ ആണവായുധ പദ്ധതികൾക്കും സൈനിക വിന്യാസങ്ങൾക്കും നിയമപരമായ ഒരു ന്യായീകരണം കണ്ടെത്താനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നത്. ഇത് വരും കാലങ്ങളിൽ കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും കാരണമാകും. ചുരുക്കത്തിൽ ഉത്തര കൊറിയയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു അധികാര തുടർച്ചയുടെ കഥ മാത്രമല്ല പറയുന്നത്. ഇതൊരു ജനതയുടെ നിസ്സഹായതയുടെയും ഒരു ഭരണാധികാരിയുടെ അടങ്ങാത്ത അധികാര കൊതിയുടെയും നേർക്കാഴ്ചയാണ്. തനിക്കെതിരെ ശബ്ദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ കിം ജോങ് ഉൻ നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ ജനാധിപത്യം എന്ന വാക്കിനെ തന്നെ പരിഹസിക്കുന്നതാണ്.
ദക്ഷിണ കൊറിയയെ ഔദ്യോഗിക ശത്രുവായി പ്രഖ്യാപിക്കുന്നതിലൂടെ പുതിയൊരു യുദ്ധഭീതിയിലേക്കാണ് ഉത്തര കൊറിയ ലോകത്തെ തള്ളിവിടുന്നത്. പുറത്തുനിന്നുള്ള ഉപരോധങ്ങളോ ആഗോളതലത്തിലുള്ള വിമർശനങ്ങളോ ഒന്നും തന്നെ കിം ജോങ് ഉന്നിന്റെ ഉരുക്കുമുഷ്ടി ഭരണത്തെ തെല്ലും ബാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.